ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ബിഗ്നേഴ്സ് കിറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് മെഹന്തിക്കോൺ ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അതായത് ഈ ഒരു ഹെന്ന മിക്സിങ്, റോളിങ്, ഫില്ലിങ്, സീലിങ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇതിൻ്റെ തന്നെ ഒറ്റ വീഡിയോ ആയിട്ട് ഇതുപോലെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ മിക്സിങ് വേറെ, റോളിങ് വേറെ, ഫില്ലിങ് വേറെ, സീലിങ് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്കിലും ഇപ്പോഴും ഒരുപാട് കസ്റ്റമർ, അതായത് ബിഗ്നേഴ്സ് കിറ്റ് വാങ്ങിക്കുന്ന കസ്റ്റമർ ബിഗ്നേഴ്സ് കിറ്റിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് എൻ അക്കൗണ്ട്സ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ബിഗ്നേഴ്സ് കിറ്റിൻ്റെ വീഡിയോ നമ്മൾ എന്ന ബിസിനസ്സൊക്കെ തുടങ്ങുന്ന സ്റ്റാർട്ടിങ്ങിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബിഗ്നേഴ്സ് കിറ്റ് അല്ലാണ്ട് തന്നെ ഹാഫ് KGൻ്റെ കിറ്റ്, 1 KGൻ്റെ കിറ്റ്, 3 KGൻ്റെ ഒക്കെ കിറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ അതിനുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പം ഈ ഒരു ബിഗ്നേഴ്സ് കിറ്റിൽ എന്തൊക്കെയുള്ളതെന്നാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ഈ ഒരു കിറ്റിൽ 100 ഗ്രാം എണ്ണ പൗഡർ ഉണ്ടായിരിക്കും. അത് രാജസ്ഥാനി എണ്ണ പൗഡറാണ് കേട്ടോ. ബെറ്റർ പൗഡർ രാജസ്ഥാനിയാണ്. അത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. 5 ഫിൽറ്റഡ് എണ്ണ പൗഡറാണ്. മാത്രമല്ല BAQ എണ്ണ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കാറുണ്ട്. ബോഡി ആർട്ട് ക്വാളിറ്റി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പം നമുക്ക് ഒരു തരം അലർജി പ്രശ്നങ്ങളൊന്നുമില്ല, 100% നാച്ചുറൽ ആയിട്ടുള്ള നല്ല പക്ക സ്റ്റെയിൻ കിട്ടുന്ന എണ്ണ പൗഡറാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതിൽ വരുന്നത് 16 കട്ട് ചെയ്ത സെല്ലോ ഷീറ്റാണ്. നമ്മൾ 15 വെച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ 16 കട്ട് ചെയ്ത സെല്ലോ ഷീറ്റ് വെക്കുന്നുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ 2 കോൺ റോൾ ചെയ്തിട്ട് വെക്കുന്നുണ്ട്. കാരണം കോൺ റോൾ ചെയ്യാൻ കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു കോൺ നോക്കിയിട്ട് അതിൻ്റെ വലിപ്പത്തിലും വട്ടത്തിലൊക്കെ കോൺ റോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് 2 എക്സ്ട്രാ റോൾ ചെയ്ത കോണും കൂടി വെക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു കിറ്റിൽ വരുന്നത് 30 ml എസെൻഷ്യൽ ഓയിലാണ്. അത് യൂക്കാലിപ്റ്റസ്, ലാവൻഡർ, ടീ ട്രീ, ബ്ലെൻഡ് ഓയിൽ, ഇങ്ങനെ 4 ടൈപ്പ് ഓയിലാണ് വരുന്നത്. അപ്പോൾ ഏത് ഓയിലാണോ നമ്മൾ ഈ ഒരു കിറ്റിൽ വെക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ റേറ്റിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അത് വേറെ ഒന്നുമല്ല, ഓരോ ഓയിലിനും അതിനനുസരിച്ച് റേറ്റ് ഉണ്ട്. അതിൻ്റെ സ്റ്റെയിനിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ യൂക്കാലിപ്റ്റസിനെക്കാട്ടിലും സ്റ്റെയിൻ ഉണ്ടായിരിക്കും, ലാവൻഡറിനെക്കാട്ടിലും സ്റ്റെയിൻ ഉണ്ടായിരിക്കും, മറ്റുള്ള ഓയിൽ. അതിനനുസരിച്ച് ആ ഒരു ഓയിലുകൾക്കും റേറ്റിൽ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കിറ്റിലും റേറ്റിൽ ഡിഫറൻസ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കിറ്റിൽ വയ്ക്കുന്നത് പൈപ്പിംഗ് ബാഗാണ്. അത് ഒരു പൈപ്പിംഗ് ബാഗായിരുന്നു വെച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ 2 പൈപ്പിംഗ് ബാഗാണ് കേട്ടോ വയ്ക്കുന്നത്. അത് വേറെ ഒന്നല്ല, ബിഗ്നേഴ്സിന് ചിലപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിൽ കൂടുതൽ പേസ്റ്റ് ഇട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് 2 പൈപ്പിംഗ് ബാഗ് വയ്ക്കുന്നത്. അപ്പോൾ അവർക്ക് 2 പൈപ്പിംഗ് ബാഗിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 പൈപ്പിംഗ് ബാഗാണ് നമ്മൾ ഈ ഒരു ബിഗ്നേഴ്സിൻ്റെ കിറ്റിൽ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ നമ്മൾ ഈ ഒരു കിറ്റിൽ ഉണ്ടായിരിക്കും. അതിന് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത് പഞ്ചസാരയും വെള്ളമാണ് കേട്ടോ. അങ്ങനെ 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് മെഹന്തി ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ബ്രൈഡൽസിനൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്റ്റെയിൻ കൂടാൻ വേണ്ടിയിട്ടാണ് ഈ നാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഈ ഒരു കിറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് എൻ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു കിറ്റ് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു കിറ്റ് കിട്ടിയാൽ എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ആ രീതിയിലാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളത് ആ കിറ്റിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് പുറത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബൗൾ എടുത്തിട്ട് ഈ ഒരു 100 ഗ്രാം ഹെന്ന പൗഡർ ആദ്യം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ബൗൾ തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് ഗ്ലാസ് ബൗൾ ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. സ്റ്റീലും അലൂമിനിയം കാട്ടിലും കുറച്ച് ബെറ്റർ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് ബൗൾ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് 100 ഗ്രാമിൻ്റെ അല്ലെങ്കിൽ 200 ഗ്രാമൊക്കെ മിക്സ് ചെയ്യുന്ന ഒരു ബൗളാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഒരു ബൗളിൻ്റെ കളർ ഇങ്ങനെ, അല്ലെങ്കിൽ ഇത് കഴുകാണ്ടാണോ എടുത്തിട്ടുള്ളതെന്ന്. അതൊന്നല്ല, ഈ ഒരു ബൗളിൽ കളർ പിടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എണ്ണ പൗഡർ മിക്സ് ചെയ്തിട്ടായിട്ടുള്ളതെന്നല്ല കേട്ടോ. എണ്ണ പൗഡർ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ബൗളിൻ്റെ ഒന്നും കളർ മാറി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് ബ്ലാക്ക് എണ്ണൻ്റെ പൊടി കുറച്ച് അതിൽ പോയതാണ് കേട്ടോ. അതായത് ബ്ലാക്ക് എണ്ണൻ്റെ പാക്കറ്റ് ഞാനൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പൊടി കുറച്ച് ഈ ബോട്ടിൽ പോയപ്പോൾ അങ്ങനെ കളർ മാറിയിട്ടുള്ളതാണ് കേട്ടോ. അല്ലാതെ എണ്ണ പൗഡർ മിക്സ് ചെയ്തെന്ന് വെച്ചിട്ട് നമ്മൾ ബോട്ടിലുകൾക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിരിക്കില്ല. ഏകദേശം 3 ഇയറോളായിട്ട് ഞാനൊരു ബോട്ടിൽ തന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ വലിയ ബോട്ടിൽസ് എടുക്കും കൂടുതൽ മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ. അപ്പോൾ നമ്മൾ എണ്ണ പൗഡർ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള 30 ml എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. കറക്റ്റ് അതിനുള്ള അളവായതുകൊണ്ട് തന്നെ നമുക്കിത് മുഴുവനും അതിലൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ടീ ട്രീൻ്റെ എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ. ഈ ടീ ട്രീ ആണ് ഏറ്റവും ടോപ്പ് സ്റ്റെയിൻ തരുന്നത്. യൂക്കാലിപ്റ്റസ്, ലാവൻഡർ, ടീ ട്രീയിൽ വെച്ചിട്ട് ഏറ്റവും ടോപ്പ് സ്റ്റെയിൻ തരുന്ന ടീ ട്രീ ആണ്. ഏറ്റവും ലോ സ്റ്റെയിൻ തരുന്നത് അല്ലെങ്കിൽ കുറച്ച് സ്റ്റെയിൻ തരുന്നത് യൂക്കാലിപ്റ്റസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓയിൽ 30 ml മുഴുവനായിട്ട് നമ്മൾ അതിൽ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ഈ ഒരു എസെൻഷ്യൽ ഓയിൽ ഒഴിക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ഏറ്റവും അവസാനം എസെൻഷ്യൽ ഓയിൽ ഒഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ അത് മിക്സ് ആവും. ഞാനത് പൊഴിച്ചു പോയി. അപ്പോൾ എന്തായാലും നമ്മളിതിൽ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിൽ പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര 35 ഗ്രാം പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 30 to 40, 45 വരെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 35 ഗ്രാം പഞ്ചസാരയാണ് കേട്ടോ. എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ട് തോന്നിയിട്ടുള്ളത് 35 ഗ്രാം പഞ്ചസാര എടുക്കുമ്പോഴാണ്. ഇനി നമുക്ക് കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വെള്ളമാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ 100 ഗ്രാം എണ്ണ പൗഡർ എടുക്കുമ്പോൾ 240 ml വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുക. എങ്കിൽ പോലും ചിലപ്പം നമുക്ക് ഈ ഒരു 240 ml വെള്ളം മുഴുവൻ ആവശ്യം വരില്ല. അല്ലെങ്കിൽ 240 ml വെള്ളത്തിനെക്കാട്ടിലും കൂടുതൽ വേണ്ടി വരും. അത് നമുക്ക് കിട്ടുന്ന പൊടിക്ക് അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളൊരു 200 ml വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഡയറിലൈസിങ് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ അളന്ന് വയ്ക്കാൻ അളവ് ഗ്ലാസ് അല്ലെങ്കിൽ അളന്ന് വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ലൊരു കൺസിസ്റ്റൻസി ആവുന്ന വരെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചിലപ്പോൾ ആദ്യം മിക്സ് ചെയ്യുന്നവർക്ക് കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നമ്മൾ 2-3 തവണ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഏകദേശം എത്രത്തോളം വെള്ളം ഒഴിക്കണം എന്നുള്ളതും നല്ലൊരു കൺസിസ്റ്റൻസി പേസ്റ്റ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് അറിയാം.
അപ്പോൾ പിന്നെ നമുക്കിതുപോലെ അളവ് ഗ്ലാസിൻ്റെ അല്ലെങ്കിൽ അളന്ന് വയ്ക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ. നല്ലൊരു കൺസിസ്റ്റൻസി പേസ്റ്റിൻ്റെ കണക്ക് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എസെൻഷ്യൽ ഓയിൽ ഒഴിക്കണമെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് വേണം കേട്ടോ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ നമുക്കിതൊരു 8 മണിക്കൂർ ഡയറി റിലീസിന് വേണ്ടിയിട്ട് വയ്ക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലിംഗ് റാപ്പാണ് സാധാരണ ഇതിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബിഗ്നർക്കാണെങ്കിൽ ഇപ്പോൾ ഇതൊരു ബിഗ്നസ് കിറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ബിഗ്നസിനൊന്നും ഈ ഒരു ക്ലിംഗ് റാപ്പും കാര്യങ്ങളൊന്നും കയ്യിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലിംഗ് റാപ്പില്ലാണ്ട് എങ്ങനെയാണ് ഡയറി റിലീസിന് വയ്ക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കവറാണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് അതിനെ 2 പീസാക്കാം. എന്നിട്ട് ആദ്യം നമ്മൾ ഈ ഒരു പേസ്റ്റിൽ ടച്ച് ചെയ്തുകൊണ്ട് ഈ ഒരു കവറാക്കി വെക്കുക. അതിനുശേഷം മറ്റേ പീസ് ഈ ഒരു ബൗളിനെ കവർ ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് മൂടി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ എയർ അടക്കില്ല കേട്ടോ. അത് നേരിട്ടിട്ട് ഈ ഒരു അടപ്പ് വെച്ച് മൂടാണെങ്കിൽ എയർ അടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ രീതിയിൽ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പേസ്റ്റ് ഇവിടെ ഡയറി റിലീസിന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിനുള്ള കോണ് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കിറ്റിൽ വെച്ചിട്ടുള്ളത് 16 കട്ട് ചെയ്ത സെലോഫി ഷീറ്റാണ് കേട്ടോ. അതിൽ നമുക്ക് 12 to 13 കോണ് വരെ ഉണ്ടാക്കാൻ പറ്റും. ബാക്കി സെലോഫി ഷീറ്റ് നമുക്ക് കോണ് റോൾ ചെയ്ത് പഠിക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഈ ഒരു കോൺ റോൾ ചെയ്യണമെന്ന് നോക്കുക. അപ്പോൾ ആദ്യം ഒരു സെലോഫി ഷീറ്റ് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ടിപ്പ് ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, കാരണം നല്ല രീതിയിൽ നല്ല സ്മൂത്തായിട്ട് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ടിപ്പ് കറക്റ്റ് ആയിരിക്കണം. പേസ്റ്റ് നന്നായി കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ഈ കോണിൻ്റെ ടിപ്പ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കോണിൻ്റെ ഉള്ളിലത്തെ ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ, ആ ഒരു ലെയറിനെ നമ്മൾ തള്ളറിൽ വെച്ചിട്ട് പതിയെ പുറത്തേക്ക് വലിച്ചു കൊടുക്കുക. എത്രത്തോളം കുഞ്ഞ ടിപ്പാണോ വേണ്ടത് അത്രയും നമ്മൾ പുറത്തേക്ക് വലിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഒരു കോണിൻ്റെ ടിപ്പ് നമ്മൾ കറക്റ്റ് ആക്കേണ്ടത് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം സെല്ലോ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് എക്സ്ട്രാ നമ്മൾ 2 കോണ് ഈ കിറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു കോണിനെ ഇറക്കി വെച്ചിട്ട് ആ ഒരു കോണിനെക്കാട്ടിലും വട്ടം കൂടുതലോ കുറവോ തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട്, കുറവാണെങ്കിൽ കൂടുതലാണെങ്കിൽ ഒന്നുകൂടി റോൾ ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ ടിപ്പൊന്ന് കറക്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ സെല്ലോ ഒട്ടിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ കോൺ റോൾ ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. ഇത് മനസ്സിലാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഈ കോൺസ് റോളിൻ്റെ വീഡിയോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ പേസ്റ്റിൻ്റെ ഡയറി റിലീസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തുറന്ന് നോക്കാം. അപ്പോൾ തുറക്കുമ്പോൾ ആദ്യത്തെ കവർ എടുത്ത് മാറ്റുക. രണ്ടാമത്തെ കവർ പേസ്റ്റിനോട് ടച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കവറിലും പേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ആ ഒരു പേസ്റ്റും കൂടി എടുക്കുക. വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. എന്നിട്ട് ആ ഒരു പേസ്റ്റിൻ്റെ ഫസ്റ്റ് ലെയർ മാറ്റുമ്പോൾ അടിയിലത്തെ ലെയറിന് വേറൊരു കളറും മുകളിലത്തെ ലെയറിന് വേറൊരു കളറും ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനർത്ഥം നല്ല രീതിയിൽ ഡയറി റിലീസിംഗ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. നല്ലോണം ബീറ്റ് ചെയ്യുക. ഇനി ബീറ്ററൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പാറ്റിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 100 ഗ്രാമോ അല്ലെങ്കിൽ ഒരു 200 ഗ്രാമോ വരെയൊക്കെ തന്നെയാണെങ്കിലും നമുക്കൊരു സ്പാറ്റിലോ സ്പൂൺ വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. ബീറ്റർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യം നടക്കും. അപ്പോൾ അതാ നമ്മളെ പേസ്റ്റൊക്കെ നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് നല്ലൊരു കൺസിസ്റ്റൻസി പേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ ഇതുപോലെ നമ്മൾ സ്പാറ്റിൽ വെച്ചിട്ട് മുകളിലേക്ക് വലിക്കുമ്പോൾ ആ ഒരു പേസ്റ്റ് ഈ സ്പാറ്റിൻ്റെ കൂടെ തന്നെ പൊന്തി വരും. അതായത് നമ്മൾ ഈ ഒരു സ്പാറ്റിൽ നമ്മളൊരു പേസ്റ്റിൽ ടച്ച് ചെയ്തിട്ട് പൊന്തിക്കുമ്പോൾ ഒരു 4 സെൻറ്റിമീറ്ററെങ്കിലും പൊന്തുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കൺസിസ്റ്റൻസി പേസ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാണ് കേട്ടോ. പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ കോണിലേക്ക് ഫില്ല് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ കിറ്റിൽ 2 പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടുണ്ട്. 2 വേണം എന്നുള്ളത് മാത്രം യൂസ് ചെയ്താൽ മതി. കാരണം ഒറ്റ പൈപ്പിംഗ് ബാഗിലേക്കുള്ളതൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു പൈപ്പിംഗ് ബാഗിലാണ് നിറയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു പൈപ്പിംഗ് ബാഗ് ഒരു ഗ്ലാസ് എടുത്തിട്ട്, ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇത് ഇറക്കി വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു പൈപ്പിംഗ് ബാഗിനെ ഇറക്കി വെക്കുക. എന്നിട്ട് അതിന് ശേഷം ഈ ഒരു സാധനത്തിന് സ്റ്റോക്കിങ്സ് എന്നാണ് കേട്ടോ പറയുക. ഈ ഒരു സ്റ്റോക്കിങ്സും കൂടി ഇറക്കി വെക്കുന്നത് നമ്മളൊരു ഷോക്സ് പോലെയാണ് ഉണ്ടാവുക. ഷോക്സിൻ്റെ തന്നെ കനം കുറഞ്ഞൊരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിലേക്കാണ് നമ്മൾ പേസ്റ്റ് നിറച്ച് കൊടുക്കുന്നത്. അങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾ പൈപ്പിംഗ് ബാഗിൽ നിന്ന് ഈ സ്റ്റോക്കിങ്സിനെ വലിക്കുന്ന സമയത്ത് ഈ ഒരു പേസ്റ്റിൽ എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അതും കൂടി പോന്നിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ നല്ല ബീറ്റ് ചെയ്ത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുത്തതാണെങ്കിൽ പോലും ഈ ഒരു ഹെന്ന പൗഡറിൽ ഉണ്ടാകുന്ന, അതായത് ഈ ലീഫിൻ്റെ തന്നെ നാരുകൾ അതൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിൽ കൂടെ പൊടിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ തരികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിങ്സിൽ നിന്ന് വലിക്കുന്ന സമയത്ത് അതിൻ്റെ തരികളൊക്കെ ഈ സ്റ്റോക്കിങ്സിൽ കൂടെ പിന്നെ പോരുകയും ചെയ്യും. ഇതൊരു നല്ല ഫൈൻ പേസ്റ്റ് ആക്കി കിട്ടും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എത്ര കുഞ്ഞ ടിപ്പാണെങ്കിൽ പോലും അതിന് ഈ ഒരു പേസ്റ്റ് വരാണ്ടിരിക്കുക അല്ലെങ്കിൽ സ്റ്റെക്കാവും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരിക്കില്ല. നല്ല രീതിയിൽ തന്നെ നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കോൺ വെച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ സ്റ്റോക്കിങ്സിൽ ഇട്ടിട്ട് വലിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റോക്കിങ്സിൽ നിന്ന് ഈ പേസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ബാഗിനെ ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പേസ്റ്റൊക്കെ പൈപ്പിംഗ് ബാഗിൽ ആയി കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെന്നാണ് നമ്മൾ കോണിലേക്ക് ഫില്ല് ചെയ്യുക. അപ്പോൾ കോൺസ് ഇവിടെ ഒരു 4 കോൺസ് നമ്മളിവിടെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് ഈ ഒരു പേസ്റ്റ് നിറക്കുന്നതെന്നും ഈ ഒരു പേസ്റ്റ് നിറക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതും നോക്കാം കേട്ടോ. അപ്പം ആദ്യം നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഈ ഒരു കോണിലേക്ക് ഫില്ല് ചെയ്യുന്ന ടൈമിൽ ഈ കോണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സ്റ്റെക്ക് ആവുന്നത് ഇതിൻ്റെ ഉള്ളിൽ കരട് ഉണ്ടായതുകൊണ്ട് മാത്രമല്ല കേട്ടോ. നമ്മൾ ഇതുപോലൊക്കെ നല്ല രീതിയിൽ പേസ്റ്റ് ആക്കി എടുത്തതാണെങ്കിൽ പോലും നമുക്കിത് സ്റ്റെക്ക് വരും. അപ്പോൾ ഇങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതുപോലെ സ്റ്റെക്ക് വരാനുള്ള കാരണം നമ്മൾ ഫില്ല് ചെയ്യുന്ന ടൈമിൽ കോൺ എടുത്ത് അത് ഫില്ല് ചെയ്യുമ്പോൾ പൈപ്പിംഗ് ബാഗ് ഒരുപാട് പൊക്കി പിടിച്ചിട്ട് ഫില്ല് ചെയ്യരുത്. ഈ ഒരു കോണിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പിന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ആ ഫില്ല് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ പേസ്റ്റ് അതിൽ നിറയുന്നതിൻ്റെ ഒപ്പം നമ്മൾ ബാക്കിലേക്ക് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
അതായത് ഈ ഒരു പേസ്റ്റിൽ ഫില്ലിങ് കഴിയുന്നത് വരെയും ഇതിൻ്റെ ടിപ്പ് ഈ ഒരു പേസ്റ്റിൽ ടച്ച് ചെയ്തിട്ട് തന്നെ ആയിരിക്കണം. അങ്ങനെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പേസ്റ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു കോണിൻ്റെ ഉള്ളിൽ എയർ കിടക്കുന്നതിന് തടയാൻ പറ്റും. ഇങ്ങനെ എയർ കിടക്കുമ്പോഴാണ് ഈ ഒരു കോണ് ഡിസൈൻ ചെയ്യുന്ന ടൈമിലൊക്കെ ഇങ്ങനെ സ്റ്റെക്കായി പോകുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ കോണിൻ്റെ ഉള്ളിൽ എയർ കിടക്കാൻ പാടില്ല. അപ്പോൾ എയർ കിടക്കാണ്ടിരിക്കാൻ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എല്ലാ കോൺസും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഇതിൻ്റെ സീലിംഗ് ആണ്. അപ്പോൾ സീലിംഗ് ടൈമിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കോൺ സീൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കോൺ കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ സൈഡ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അതിൽ കൂടെ ലീക്കേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇത് മൊത്തത്തിൽ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് മൊത്തം ക്ലോസ് ആയിട്ടോ. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഈ ഒരു പേസ്റ്റിനെ അതിൻ്റെ ടിപ്പിലേക്ക് കൊണ്ടുവരിക. അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ സീൽ ചെയ്യുമ്പോൾ ടിപ്പിൽ എയർ കുടുങ്ങി കിടക്കും. അപ്പോൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേസ്റ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റെക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല പ്രസ് ചെയ്തിട്ട് പേസ്റ്റ് താഴത്തേക്കാക്കിയതിന് ശേഷം വേണം രണ്ട് സൈഡും മടക്കി കൊടുത്ത് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടിപ്പ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, സെല്ലോ വെച്ചിട്ട് തന്നെ. എന്നിട്ട് വേണം നമ്മൾ രണ്ട് സൈഡും മടക്കിയിട്ട് സീൽ ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് രണ്ട് സൈഡും ഇതുപോലെ വലിച്ചൊട്ടിച്ചു. ഇനി സൈഡുകൾ നിങ്ങൾക്ക് ക്ലോസ് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാണ് നിങ്ങൾക്കത് സീൽ ചെയ്തെടുക്കണമെങ്കിൽ രണ്ട് കോണും ഇതുപോലെ വലിച്ചൊന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പായിട്ടോ. അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. അതിന് ശേഷം ഈ ഒരു സെല്ലോ അഴിഞ്ഞ് പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുശേഷം അതിന് ചുറ്റും ഒന്ന് രണ്ട് തവണ അല്ലെങ്കിൽ നല്ല രീതിയിലൊന്ന് സെല്ലോ ഒന്നും കൂടി ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടും തന്നെ ലീക്കേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നമുക്കിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സീൽ ചെയ്തിട്ടില്ലെങ്കിൽ ലീക്കേജിന് ചാൻസ് കൂടുതലാണ് കേട്ടോ. ഈ ഒരു സീലിംഗ് തന്നെ നമുക്ക് 4 മെത്തേഡിൽ ചെയ്യാം കേട്ടോ. അതിലൊരു മെത്തേഡാണിത്. ഇത് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് കുറച്ച് ഈസിയാണ്. കാണാൻ കുറച്ച് പെർഫെക്ഷൻ കുറവുണ്ടാവുന്നുള്ളൂ, പക്ഷേ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഈ 4 മെത്തേഡും കൂടിയിട്ട് ഒരുമിച്ച് പിന്നീട് ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഇത് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എല്ലാ കോണും സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഈ ഓരോ കോണും സ്റ്റിക്കർ ഒട്ടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹലാൽ എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 10 കോണാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു കസ്റ്റമർക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനുള്ളത് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 12-13 കോൺ വരെയൊക്കെ കിട്ടും 28 ഗ്രാമിൻ്റെ കോൺ ഉണ്ടാക്കുകയാണെങ്കിൽ. ഞാനിപ്പോൾ ഇവിടെ 28 ഗ്രാമിൻ്റെ കോണാണ് കേട്ടോ ഉണ്ടാക്കൽ. അതുകൊണ്ട് തന്നെ ഒരു 2-3 കോണുള്ള പേസ്റ്റും കൂടി ബാലൻസ് ഉണ്ട് കേട്ടോ. അതിൽ 25 ഗ്രാമിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരു 5-6 കോണുള്ള പേസ്റ്റൊക്കെ ബാലൻസ് ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് 10 കോണാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളതിനും കൂടി സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ കോൺസിനും സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ജസ്റ്റ് പാക്ക് ചെയ്യുന്നതോട് കാണിക്കാം കേട്ടോ. ഒരു കസ്റ്റമർക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ പാക്കിംഗ് കൂടി കാണിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു കിറ്റ് വെച്ചിട്ട് നമ്മൾ കോൺസ് ഉണ്ടാക്കി നോക്കേണ്ടത്. അപ്പോൾ ഈ ബിഗ്നേഴ്സ് കിറ്റ് വാങ്ങിച്ചവരാണെങ്കിലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരും വാങ്ങിക്കാനായിട്ട് പിന്നെ അവർക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇൻഷാല്ലാ ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചിലപ്പോൾ നോക്കാറില്ല കേട്ടോ. ചിലപ്പോൾ നല്ല കമൻറ്റ് നോക്കാറില്ല. വാട്സപ്പിൽ ഇതിൽ നമ്പർ ഞാൻ കൊടുക്കാം. നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. ക്ലാസ് ആയിട്ടൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ക്ലാസ് ഒന്നും കൊടുക്കണില്ല. നമ്മൾ ചാനലിൽ തന്നെ ഒരുവിധം ഈ ഹെന്ന ബിസിനസ്സിൽ കറങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുവിധം എല്ലാ വീഡിയോസും ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു ക്ലാസ്സിൻ്റെ കാര്യം ആവശ്യമില്ല. പിന്നെ ചില കസ്റ്റമർ അങ്ങനെ പറയുമ്പോൾ ചോദിക്കുന്നത് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. ക്ലാസ് തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്, ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചോട്ടോ. ഇനി ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.